രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങനെ നൂലി കെട്ടി ഇറക്കിയ പോലെ കേന്ദ്ര നേതൃത്വം ഒരു പ്രസിഡന്റായി ബി.ജെ.പിയിൽ വെച്ചു. കെ സുരേന്ദ്രൻ മറ്റൊന്നുമില്ലാത്ത പോലെ ഒരു ബി.ജെ.പി പ്രസിഡന്റ് മാറുമ്പോൾ വേണ്ടിയിരുന്നോ എന്ന് കോൺഗ്രസിൽ കെ സുധാകരൻ മാറിയപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഏതൊരു സാധാരണ മനുഷ്യനും തോന്നുമായിരുന്നു എന്തിനിപ്പോ സുധാകരനെ മാറ്റി എന്ന് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന്. അതുപോലെ തന്നെയാണ് സുരേന്ദ്രനെ മാറ്റി രാജീവ് ചന്ദ്രശേഖരൻ വന്നപ്പോ എന്തിന് എന്നുള്ളൊരു മൂഡായിരുന്നു നമുക്കെല്ലാവർക്കും കേട്ടപ്പോൾ തോന്നിയത്. ചന്ദ്രശേഖരനാണെങ്കിലോ വലിയ പ്രൊഫഷണൽ രീതിയിൽ ഈ നാടിനെ ഈ ബി.ജെ.പി അങ്ങ് മാറ്റിക്കളയും എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു കെട്ടുകാഴ്ചയായി ഇങ്ങനെ മാറുമ്പോ ബി.ജെ.പിയിൽ അതിശക്തമായ പടലപ്പിണക്കങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ്. വി മുരളീധരൻ പക്ഷത്തെയും കെ സുരേന്ദ്രൻ പക്ഷത്തെയും പച്ചയ്ക്ക് ഒഴിവാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് നയിക്കുന്നു ബി.ജെ.പി എന്നുള്ളതാണ്. ഒരു വലിയ രീതിയിലുള്ള ഒരു അക്കാഡമിക്സ് പൊളിറ്റിക്സ് പോലെ, ഒരു തിയററ്റിക്കൽ പൊളിറ്റിക്സ് പോലെ രാജീവ് ചന്ദ്രശേഖരൻ ഇങ്ങനെ അരങ്ങുവാഴുമ്പോ ബി.ജെ.പി കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത പോലെയുള്ള പ്രതിസന്ധി നേരിടുകയാണ്. വലിയ രീതിയിലുള്ള കെട്ടുറപ്പോടെ ഒരു പരിധിവരെ കേഡർ പാർട്ടി എന്ന് തോന്നുന്ന സംവിധാനം പോലെ വലിയ രീതിയിൽ കേരളത്തിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്ന് വരെ രാഷ്ട്രീയ കേരളം ചിന്തിച്ചു തുടങ്ങിയ സമയത്താണ് സംഘടനാപരമായി പോലും ബി.ജെ.പി വലിയ രീതിയിൽ അസ്വസ്ഥമാക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആരും ആ പ്രസിഡന്റിനെ അനുസരിക്കുന്നില്ല. ആ പ്രസിഡന്റ് പറയുന്നതൊന്നും പാർട്ടി കീഴ്ഘടകങ്ങളിലേക്ക് എത്തുന്നില്ല. സാധാരണ പ്രവർത്തകരും അതുപോലെ തന്നെ നേതൃത്വവും രണ്ടും രണ്ട് തട്ട് പോലെ. എങ്ങോ സഞ്ചരിക്കുന്ന ആരോടോ സംസാരിക്കുന്ന നേതൃത്വം, ആരുമൊന്നും പറയാതെ ദിശ തെറ്റി വഴിതെറ്റി നടക്കുന്ന കുഞ്ഞാടുകളെ പോലെ ജനങ്ങൾ, പ്രവർത്തകർ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലേക്ക് ബി.ജെ.പി കടക്കുന്നതോടുകൂടി വലിയ രീതിയിൽ അവരുടെ വോട്ട് കേന്ദ്രീകരണം ഒക്കെ ഇനി അസ്ഥാനത്താവുമെന്ന് ഉറപ്പാണ്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ രീതിയിൽ ബി.ജെ.പി പിന്നോക്കം പോകാൻ രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കങ്ങൾ ഇടയാക്കുമെന്ന് ഒരു സംശയം വിനാ നമുക്ക് പറയാം. മാത്രവുമല്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ഒരു സീറ്റ് നേടിയെടുക്കാൻ ബി.ജെ.പി തന്നെ അനുവദിക്കില്ല. കാരണം എന്താ? 3-4 വിഭജിക്കപ്പെട്ടിരിക്കുന്നു നേതൃത്വം. പരസ്പരം പഴിചാരലുകൾ പ്രത്യക്ഷത്തിൽ വന്നിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെതിരെ മൗനമായ വിസമ്മതങ്ങളോടുകൂടി മുരളീധരൻ പക്ഷം, അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ പക്ഷം. ശോഭാ സുരേന്ദ്രൻ വർഷങ്ങൾക്ക് ശേഷവും ഒരു നേതൃസ്ഥാനം കിട്ടാതെ ലക്ഷ്യം തെറ്റി നടക്കുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പിസം കേരള ഘടകത്തിൽ ബി.ജെ.പിയിൽ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരു ഗ്രൂപ്പിസം ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാം, കേരളത്തിൽ ഇനി താമര വിരിയാൻ വലിയ പാടായിരിക്കും. നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ആ ഒരു നഷ്ടമുണ്ടാകുമെന്ന് 100% ഉറപ്പായിരിക്കുന്നു. ചന്ദ്രശേഖരനെ അത്രമേൽ പ്രവർത്തകരും നിലവിലെ മറ്റ് നേതൃത്വവും എതിർക്കുന്നു എന്നുള്ളതാണ്.